അർജുനെ കണ്ടെത്താനുള്ള അങ്കോലയിലെ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട അർജുനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെയോടെ തിരച്ചിൽ പുനരാരംഭിക്കും. നാളത്തെ തിരച്ചിൽ ആരംഭിക്കുമ്പോൾ ആ രക്ഷാദൗത്യം നടത്തുന്നത് സൈന്യമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നത്തെ തിരച്ചിൽ വരെയും അർജുനെ കണ്ടെത്താനായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് സൈന്യം ഇറങ്ങുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. നാളെ അതിരാവിലെയോടെ തിരച്ചിൽ ആരംഭിക്കുന്നതായിരിക്കും. ആ തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നത് സൈന്യമായിരിക്കും. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, വൈകുന്നേരം മാധ്യമങ്ങൾക്ക് മുന്നിൽ കുടുംബം പോലും പറയുന്നുണ്ടായിരുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ വേണം, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കത്തയക്കുന്നത് ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ അവർ കടന്നിരുന്നു. ഇപ്പോൾ സൈന്യം വരും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എത്ര പേരടങ്ങുന്ന സംഘമായിരിക്കും എത്തുക? നാളത്തെ രക്ഷാദൗത്യം അതിന് നേതൃത്വം നൽകുന്നത് അവരായിരിക്കുമോ? എന്താണ് അറിയാൻ കഴിയുന്നത്? പൂജ, സൈന്യത്തിന്റെ ബലഗാവിയിൽ നിന്നുള്ള ഒരു ട്രൂപ്പാണ് എത്തുന്നത്. 60 പേരടങ്ങുന്ന സംഘം നാളെ രാവിലെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. കർണാടക സർക്കാർ ഇത് സംബന്ധിച്ച ആവശ്യം ഉന്നയിച്ചിരുന്നു. ജില്ലാ കളക്ടർ ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യത്തെ ബന്ധപ്പെട്ടു. ഏതായാലും സൈന്യം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇറങ്ങാം എന്നുള്ള തീരുമാനം ആയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പല ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കാര്യം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. KC വേണുഗോപാൽ MP ഈ വിഷയത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെടണമെന്ന് പറയുകയും ചെയ്തു. ഏതായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ സൈന്യം രംഗത്തിറങ്ങാൻ തീരുമാനമായിട്ടുള്ളത്. ഏതായാലും ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യം അത് ഇപ്പോൾ സാർത്ഥകമാവുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇക്കാര്യത്തിലുണ്ട്. ഏതായാലും 60 പേരടങ്ങുന്ന സംഘം എത്തും. നിലവിലുള്ള NDRF സംഘത്തിന് പുറമെയാണ് ഇപ്പോൾ ഈ സേന കൂടി ഇറങ്ങുന്നത്. ഏതായാലും അതിൽ വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ആർമി വിഭാഗങ്ങൾക്ക് ഇങ്ങനെ ദുരന്ത സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് വളരെയധികം മുൻപരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കാകും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും സൈന്യം വരുന്നതോടുകൂടി തന്നെ നാളെ തന്നെ ലോറി കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് റഡാറിൽ ഈ വണ്ടി എവിടെ സെൻസ് ചെയ്തോ അവിടെ പെട്ടെന്ന് മണ്ണ് മാറ്റി കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കും. അതുപോലെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഈ കുടുംബം ആവശ്യപ്പെട്ട പോലെ തന്നെ സൈന്യം ഇവിടേക്ക് എത്തുന്നു. അതിൽ KC വേണുഗോപാലിന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ നിർണായകമായിട്ടുമുണ്ട്.